ബാക്ക് സീറ്റ് ഡ്രൈവ് ചെയ്യാമെന്ന ചിന്തയിലാകണം കുറേ മഹിളാമണികളെ ഇറക്കി. വമ്പന്മാരുടെ ബാക്കിംഗ് ഉള്ളതിനാൽ അവരെ ജയിച്ചു. ഭരിക്കുന്നവരിൽ ഒരുത്തി ക്രിമിനൽ കേസ് പ്രതിയാണെന്ന് അറിഞ്ഞിട്ട് പോലും തുണ്ടനക്കാനാവുന്നില്ല പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കും. കാരണം അവരുടെ രഹസ്യങ്ങളൊക്കെ ഇവളെ കയ്യിലുണ്ട്. അതാണ് പ്രശ്നം. കമ്മിറ്റിയിലുള്ള ഒരു സ്ത്രീയെ വിളിക്കാവുന്ന തെറിയൊക്കെ വിളിച്ച് ഒരു ഓഡിയോ പുറത്ത് വിട്ടിട്ടും ഒരനക്കവുമില്ല അമ്മയിൽ. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ആ സ്റ്റൈലിൽ വായില്ലാക്കുത്തിൽ അമ്മമാരായി കാലം കഴിക്കുന്നു ഭരണകർത്താക്കളായ ഭവതികൾ. നമസ്കാരം പ്രിയമുള്ളവരെ, അമ്മ വിഷയത്തിൽ നമ്മുടെ ശാന്തിവിള ദിനേശ് ഏട്ടൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. അന്ന് ഈ വിഷയം ഇത്ര കത്തി ഇപ്പോൾ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ചെയ്ത ആ വീഡിയോക്ക് പ്രസക്തി ഏറുകയാണ്. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ശാന്തിവിള ദിനേശ് ഏട്ടൻ ഇതിനെക്കുറിച്ച് പറയുന്ന അമ്മയ്ക്കകത്ത് ഇപ്പം എങ്ങനെയാണ് അമ്മയുടെ പോക്ക്, നടത്തിപ്പ്, കാര്യങ്ങളൊക്കെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കേൾക്കാം, എന്നിട്ട് സംസാരിക്കാം. ഇപ്പോൾ പുതിയൊരു അവതാരം വന്നിരിക്കുന്നു. അമ്മയിലെ സ്റ്റാഫ് ആയിരുന്നു അത്രേ. ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ മുൻ ഭാര്യ എന്ന് പറയുന്നു. എനിക്കറിയില്ല. ട്രഷറർ ഉണ്ണി ശിവപാൽ ഓവർ ഡ്യൂട്ടി ചെയ്യിക്കുന്നു. രാത്രി 12-18 ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിക്കുന്നു. വാട്സാപ്പ് ഗ്രൂപ്പിൽ കമൻറ്റ് ചെയ്യുന്നു. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലും പോലീസിലും ചാനലുകൾക്കും ഒക്കെ പരാതിയും ബൈറ്റും ഒക്കെ കൊടുക്കുന്നു ഈ പിരിച്ചുവിട്ട സ്റ്റാഫ്. രാത്രി 12-18 മെസ്സേജ് അയക്കാൻ അമ്മയിൽ എന്ത് കൊലമറിക്കാനുണ്ട് ശിവപാലെ എന്ന് ശിവപാലിനോട് ന്യായമായി ചോദിക്കണം. പക്ഷേ ശിവപാലിനെ പറ്റി ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്, രാത്രിയല്ല പകലായാലും ഒരു നിർഗുണ പരബ്രഹ്മമാണ് അയാൾ. ഒരിക്കലും അനാവശ്യമായി വേറെ വർത്തമാനങ്ങൾ പറയാൻ വിളിക്കാത്ത ഒരാളാണ്. വളരെ മാന്യനാണെന്നാണ് പല അംഗങ്ങളും എന്നോട് പറഞ്ഞത്. സൂഹിക്കാനല്ലല്ലോ ജോലിക്ക് വരുന്നത്. നന്നായി ചിലപ്പോൾ പണിയെടുപ്പിക്കും. അയാൾ തെറിയോ വേണ്ടാതിനുമോ എഴുതിയോ ഇല്ലല്ലോ. ഇപ്പോൾ അവസാനമായി സംഭവിച്ചിരിക്കുന്നത്, പരാതി നൽകിയ സ്റ്റാഫിനെ തിരിച്ചെടുത്തു. വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്താൽ മതി, ഓഫീസിൽ വരണ്ട, പണി നന്നായി മേശരി, നാളെ മുതൽ വരണ്ടെന്ന് പറഞ്ഞ പോലെ സ്റ്റാഫിനെ തിരിച്ചെടുത്തു. ഈ കേസും വഴക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അവർ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്താൽ ശമ്പളം അങ്ങ് എത്തിക്കാം. എന്നിട്ട് ട്രഷറർ ഉണ്ണി ശിവപാലിനെ കൊണ്ട് നിർബന്ധിച്ച് ലീവ് എടുപ്പിച്ചു എന്ന് പറയുന്നു. പോളിറ്റ് ബ്യൂറോ രഹസ്യങ്ങൾ വരെ ചോർത്തുന്ന അമ്മയിലെ അലവലാദികൾക്ക് നിർലോഭമായ പിന്തുണ നൽകുന്ന ഒരു മഹാനുണ്ടല്ലോ പുറത്ത്, ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞിട്ട്. വാട്ടർ ഗേറ്റ് ഒക്കെ വേണമെങ്കിൽ കണ്ടുപിടിക്കും. അത്രയും രഹസ്യം കണ്ടുപിടിക്കുന്നതല്ല, ഇതിനകത്തുള്ള ചില അലവലാദികൾ പറഞ്ഞു കൊടുക്കുന്നു. എക്സിക്യൂട്ടീവ് കഴിഞ്ഞ അവിടെ തന്നെ അവിടെ എന്താണ് നടന്നതെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് അവൻ്റെ വായിത്തൊന്നും കൂടെ ചേർത്ത് ഇടും. എന്നിട്ട് അതിൽ ആരെയൊക്കെ അവന് ഇഷ്ടമില്ല അവരെയൊക്കെ കൊന്നു കൊല വിളിക്കും. ഇത് എത്രയോ മോഹൻലാലിൻ്റെ കാലം മുതൽ നടക്കുന്നു. മോഹൻലാലൊക്കെ എന്തെങ്കിലും ഒരു നടപടി എടുത്തൊന്ന് ആലോചിക്കും. എന്നിട്ട് അവന് അമ്മയുടെ പ്രോഗ്രാമുകളുടെ അല്ലെങ്കിൽ ജനറൽ ബോഡിയുടെയൊക്കെ സ്പോൺസർഷിപ്പ് കൊടുക്കുമായിരുന്നു. എതിരില്ലാതെ തിരഞ്ഞെടുത്ത അൻസിബ രാജിവെച്ച് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്തുപോയി. ആ കത്ത് പെൻഡിങ്ങിൽ വെച്ചിരുന്നതായിരുന്നെങ്കിലും സരയു ആ കത്തെടുത്ത് തീരുമാനം എടുപ്പിച്ചു. അങ്ങനെ പെൻഡിങ്ങിലൊന്നും വയ്ക്കേണ്ട, അവൾ രാജിവെച്ചെങ്കിൽ അവൾ പോട്ടെ എന്ന് സരയു പറയുകയും അങ്ങനെ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു പുറത്തു പോട്ടെ. അമ്മയുടെ എക്സിക്യൂട്ടീവിൽ എന്ന് നടക്കുന്നു എന്ന് ഒരു യൂട്യൂബർക്ക് സ്ഥിരമായി ചോർത്തുന്നതിൽ ഒരു ചർച്ചയില്ല. ഇയാളുടെ ട്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ കണ്ണിലെ കണ്ടായ കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ തുടങ്ങിയവരെ പുറത്താക്കും വരെ രഹസ്യങ്ങൾ ചോർത്തും സെക്യൂരിറ്റിക്കാരൻ വരെ പക്ഷം പിടിച്ച് ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ഇപ്പോൾ അമ്മ. അതാണ് രസം. സെക്യൂരിറ്റിക്കാരൻ വരെ ആലോചിക്കുക. ആ സംഘടനയ്ക്ക് എന്ത് പുല്ല് വിലയുണ്ടോന്ന് ആലോചിക്കുക. അവിടെ കാവൽ നിൽക്കുന്ന, അകത്തേക്ക് പോകണം പുറത്തേക്ക് ഇറങ്ങണമെന്നൊക്കെ നോക്കാൻ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരൻ വരെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നു. അതെല്ലാം ഈ പറയുന്ന യൂട്യൂബറുടെ കളിയാണ്. അവനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കാൻ കുറേ അലവലാതികൾ. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ പറഞ്ഞു വിട്ടോളെ തിരിച്ചെടുത്തു. ആകെ അമ്മ അലങ്കോലമായിരിക്കുകയാണ്. അമ്മയെ പൊളിച്ചടുക്കും. ഇവർ തന്നെ 3 വർഷവും തുടരുമെങ്കിൽ പൊളിച്ചെടുക്കും. ഇതിനെ അടിയന്തരമായി ഒരു ജനറൽ ബോഡി വിളിച്ച് ഇവരെല്ലാം രാജി വാങ്ങിച്ച് പിരിച്ചുവിട്ട ശേഷം ഒന്നേ ഇലക്ഷൻ നടത്തുകയും മോഹൻലാലിനെയോ മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ ദിലീപിനെ പോലുള്ളവർ, അല്ലെങ്കിൽ ഇപ്പോൾ 5 വർഷം ഇനി ഗണേശൻ ഫ്രീ ആണല്ലോ, ഗണേശനെ പോലുള്ളവർ അമ്മയുടെ ഭരണം ഏറ്റെടുത്തില്ല എങ്കിൽ ചളകുളമാകും. ഇത് നാമാവിശേഷമാകും ഈ സംഘടന എന്നാണ് എനിക്ക് പറയാനുള്ളത്. പകരം ബാക്ക് സീറ്റ് ഡ്രൈവ് ചെയ്യാമെന്ന ചിന്തയിലാകണം കുറേ മഹിളാമണികളെ ഇറക്കി. വമ്പന്മാരുടെ ബാക്കിംഗ് ഉള്ളതിനാൽ അവരെ ജയിച്ചു. ഭരിക്കുന്നവരിൽ ഒരുത്തി ക്രിമിനൽ കേസ് പ്രതിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ചുണ്ടനക്കാനാവുന്നില്ല പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കും. കാരണം അവരുടെ രഹസ്യങ്ങളൊക്കെ ഇവളെ കയ്യിലുണ്ട്. അതാണ് പ്രശ്നം. അനക്കിയാൽ തെറി വിളിച്ചിരുത്താൻ ഈ ക്രിമിനൽ തട്ടിപ്പുകാരിക്ക് നന്നായിട്ട് അറിയാം. അതിന് വേണ്ട ഉപദേശം കൊടുക്കാൻ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ പുറത്ത് നിൽപ്പുണ്ട്, അമ്മയിലെ അംഗങ്ങൾ തന്നെ. കമ്മിറ്റിയിലുള്ള ഒരു സ്ത്രീയെ വിളിക്കാവുന്ന തെറിയൊക്കെ വിളിച്ച് ഒരു ഓഡിയോ പുറത്ത് വിട്ടിട്ടും ഒരനക്കവുമില്ല അമ്മയിൽ. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ആ സ്റ്റൈലിൽ വായില്ലാക്കുത്തിൽ അമ്മമാരായി കാലം കഴിക്കുന്നു ഭരണകർത്താക്കളായ ഭവതികൾ. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടല്ലോ, വർത്തമാനകാലത്തിൽ അമ്മ സംഘടനയിൽ നടക്കുന്ന സംഭവം ഇതൊക്കെയാണ്. ഇതെല്ലാം സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ തള്ളമാർക്ക് പോലും ഐശ്വര്യ റായിയുടെ പവറാന്ന് പറയുന്നത് പോലെ ഗേറ്റ് കീപ്പറായിട്ട് നിൽക്കുന്നവർക്ക് വരെ ഇപ്പം പശം പിടിച്ച് പവറിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലിയെ കുറച്ച് കാണുന്നൊന്നുമല്ല കേട്ടോ, അല്ല അതിനകത്ത് ചേരിതിരിവിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പം അത്തരത്തിലേക്ക് അമ്മ അതപ്പതിച്ച് പോയിരിക്കുന്നു. ഈ പറയുന്നത് പോലെ തമ്മി തല്ലി അതിനകത്ത് കിടന്ന് ഇടിച്ച് വീഴുന്നതിനെക്കാട്ടി ആ ബിൽഡിങ് JCB ഉണ്ടോയെന്ന് പൊളിക്കുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങളിത് പിരിച്ചു വിടുക, അല്ലെങ്കിൽ പേര് മാറ്റി വേറെ ഏതെങ്കിലും സംഘടനയാക്കി എങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഇതിപ്പം കോൺഗ്രസിലെ കൂട്ട് അമ്മ I, അമ്മ A, അമ്മ B എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പായി തിരിയും. എന്തായാലും പുതിയ ഭരണസമിതിയും കൊള്ളാം, അമ്മ സംഘടനയും കൊള്ളാം.
ഇപ്പം എന്തായാലും അൻസിബയുടെ വിഷയം ആയപ്പം എല്ലാം ഒത്ത്. അപ്പോൾ എന്തായാലും എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാനൊക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അൻസിബ വിഷയം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വിഷയം നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോസൊക്കെ നമ്മളെ കണ്ടൊന്ന് സപ്പോർട്ട് തരണം. അതിനോടൊപ്പം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. നമുക്ക് അടുത്തൊരു ടോപ്പിക്കായി വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്